കിരണിന്റെയും ദുർഗയുടെയും റൂം പരിശോധിക്കണം. തെളിവ് കിട്ടിയ രണ്ടെണ്ണത്തിന് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് തന്നെ ഇറക്കി വിടണം. ചന്ദ്രേട്ടൻ പറഞ്ഞത് ശരിയാ. അവരെ പുറത്താക്കാനുള്ള എന്തെങ്കിലും ആ മുറിന്ന് കിട്ടാതിരിക്കില്ല. അങ്ങനെയാണോ പൃഥ്വി എന്നെ കുറിച്ച് കരുതിയിരിക്കുന്നത്? എടോ സോറി, എല്ലാം എന്റെ തെറ്റാ. താൻ എന്നോട് പിണങ്ങാതെ. ഇനി അതും കൂടി എനിക്ക് സഹിക്കാൻ വയ്യ. ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യ് പ്ലീസ്. തനിക്കറിയാവോ, ഞാൻ ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. നല്ല തലവേദനയുണ്ട്. ഒരു ചായ ഇട്ട് തന്നാ ഹാപ്പിയാ എന്നെ. ചായ തരാം. തനിക്ക് എന്നോട് പിണക്കൊന്നുമില്ലെങ്കിൽ മാത്രം ചായ ഇട്ട് തന്നാ മതി, അതും ചിരിച്ചോണ്ട്. എനിക്ക് വഴക്കൊന്നുമില്ല. ചായ ഇപ്പൊ കൊണ്ടുവരാം. പൃഥ്വി പോയി ഫ്രഷ് ആയിക്കോ. താങ്ക് യുടോ, ഇപ്പോഴൊരു ആശ്വാസമായത്. ഐ ലവ് യു. വാ. മതി മതി, പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ ചായ എടുക്കാം. ശരി. Oof. ശരി സാർ. ഓക്കെ സാർ. ഇവിടെ എൻ്റെ അടുത്തുണ്ട്, ഞാൻ പറഞ്ഞോളാം. വീണ്ടും ഒരു വിഗ്രഹം കൂടി മോഷണം പോയെന്ന് ഇപ്പൊ ജോർജ് സാർ പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് പറഞ്ഞോ? സിറ്റിയിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നാ വിഗ്രഹം മോഷണം പോയിരിക്കുന്നത്. വിഗ്രഹം ഇതും നല്ല പഴക്കമുള്ള വിഗ്രഹം. 300 വർഷത്തിന് മേലെ എന്തായാലും ഇതിന് പഴക്കം ഉണ്ടാവുന്ന സാറ് പറയുന്നത്. മേനോനുമായി കണക്ട് ആയ കേസ് ആയതുകൊണ്ട് തെഫ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഫൈൻഡിങ്സും നമുക്ക് ഫോർവേഡ് ചെയ്യില്ലേ? ചെയ്യും. എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് ഡീറ്റെയിൽസ് സാറിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിഗ്രഹം അവര് വിദേശത്തേക്ക് കടത്തുന്നതിന് മുന്നേ കണ്ടെത്തണമെന്നും പറഞ്ഞു. നമുക്ക് ശ്രമിക്കാം. ആ കിരണിനെയും ദുർഗയും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പുറത്താക്കണം. അതിനുള്ളൊരു വഴി കണ്ടെത്തിയേ മതിയാവും. അവര് വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ എന്തിനായിരിക്കും അവര് കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കയറിയത്? എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ അവർക്കിടയിലുണ്ട്. അത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ അവരുടെ മുറിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, അത് തന്നെ ആ വഴി. കിരണിന്റെയും ദുർഗയുടെയും റൂം പരിശോധിക്കണം. തെളിവ് കിട്ടിയ രണ്ടെണ്ണത്തിന് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് തന്നെ ഇറക്കി വിടണം. ചന്ദ്രേട്ടൻ പറഞ്ഞത് ശരിയാ. അവരെ പുറത്താക്കാനുള്ള എന്തെങ്കിലും ആ മുറിന്ന് കിട്ടാതിരിക്കില്ല. ഇന്ന് പോയി നോക്കാം.
ശ്ശെ. അലമാര. ശ്ശെടാ. അപ്പോ ദുർഗ ഇവിടെ തന്നെയുണ്ട്. ഉടനെ എങ്ങും റൂമിലേക്ക് പോകുന്ന ലക്ഷണവുമില്ല. ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്തെങ്കിലും മുറിയിൽ നിന്ന് കിട്ടാതിരിക്കില്ല. ആ ഇനി ആ കിരൺ എവിടെയാണെന്ന് നോക്കണം. എന്നിട്ട് ഇപ്പൊ തന്നെ ആ റൂമിൽ കയറി നോക്കണം. ഇവരിത് എവിടെ പോയി? ഒരിടത്തും കാണുന്നില്ലല്ലോ. വേഗം വേഗം അയ്യേ പിടിച്ചോ. അപ്പൊ രണ്ടുപേരും മുറിയിലില്ല. ഉടനെ വരാനും സാധ്യതയില്ല. ഇത് തന്നെയാണ് സമയം. ഉടനെ തന്നെ പോയി റൂം സെർച്ച് ചെയ്യാം.